ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചിക്മംഗ്ലൂർ പോവാണ്. കണ്ണൂരിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്. ഇരിട്ടി വഴിയാണ് ഈ റൂട്ട് ചിക്മംഗ്ലൂരേക്ക് പോകേണ്ടത്. നമ്മൾ കൂർഗ് എത്തി, കൂർഗിൽ നിന്ന് പിന്നെ ചിക്മംഗ്ലൂർ. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു 200 കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. 200 അല്ല, 250 കിലോമീറ്റേഴ്സോളം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടു പോവാം. ഞാനിപ്പോൾ കൂട്ടുപുഴ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കർണാടക ബോർഡറിലേക്ക് കടക്കുന്നത്. പിന്നെ നേരെ മടിക്കേരി, ആ വഴി കൂർഗ്, ആ വഴിയിലാണ് നമ്മൾ ചിക്മംഗ്ലൂരേക്ക് പോവുക. ഓക്കെ. ഇപ്പോൾ നമ്മൾ കൂർഗ് പോകുന്ന ആ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് റൈറ്റോട്ട് പോയാൽ കൂർഗും, ഇങ്ങോട്ട് ചിക്കമംഗ്ലൂരും മൈസൂർ റോഡാണിത്. ഇത് നാഗർഹോൾ ടൈഗർ റിസർവാണ്. അതിലൂടെയാണ് നമുക്ക് ചിക്കമംഗ്ലൂർ പോകേണ്ടത്. അതിൻ്റെ കാഴ്ചകളും കണ്ടിട്ട് പോവാം. ഞാനിപ്പോൾ ഹസനിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഹസനിൽ നിന്ന് ഇനിയൊരു 80 കിലോമീറ്ററോളം ഉണ്ട്. 80 കിലോമീറ്റേഴ്സ് ഇവിടെ നിന്നുണ്ട്. ടോട്ടൽ ഒരു 300+ കിലോമീറ്റേഴ്സാണ് ഉള്ളത്. 320 അങ്ങനെ ആ കിലോമീറ്ററാണ് കണ്ണൂരിൽ നിന്നുള്ളത്. ഒത്തിരി ദൂരമുള്ളതാണ് ഈ ചിക്മംഗ്ലൂർ. വെൽക്കം ടു ചിക്മംഗ്ലൂർ. ഞാനിപ്പോൾ ചിക്മംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോം സ്റ്റേ ആണ്. അങ്ങനെ 8 മണിക്കൂർ ഇടവേള ശേഷം ഞാൻ ചിക്മംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ അല്ലെങ്കിൽ ഹോം സ്റ്റേ ആണ് ഗുബ്ബി ഗോഡു. അപ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് ഹോം സ്റ്റേ. പേര് ഗുബ്ബി ഗോഡു എന്നാണ്. ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ 3rd ഫ്ലോറിലാണ്. ഒരു വ്യത്യസ്തമായ ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഹോമൊക്കെയാണെന്നല്ല, അങ്ങനെയല്ല. ഇത് ജസ്റ്റ് ഒരു ഹോട്ടൽ ടൈപ്പാണ്. എന്നാൽ അതിന് ചെറിയ ഫെസിലിറ്റീസ് ഉണ്ട്. ചായ ഉണ്ടാക്കേണ്ട സംഭവമുണ്ട്, നമുക്ക് കുക്ക് ചെയ്യേണ്ടതുണ്ട്. ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് അവരാക്കി തരുമോയെന്നറിയില്ല. ഇതാണ് റൂം. നമുക്കത് കാണാം. ചെറിയൊരു റൂമാണ്, ചെറിയ സെറ്റപ്പിൽ. കബേർഡ്,
ഇതിങ്ങനെയാണ്, ഒരു റൂമിനെ ചെറിയ പോർഷന് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. ഇത് ചിക്മംഗ്ലൂരു ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയാണ്. അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ചില സമയത്തൊക്കെ നല്ല തിരക്കും സിറ്റിയുടെ തിരക്കുള്ള സമയത്ത് ഈ ഒരു ഹോം സ്റ്റേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നോർമലി അങ്ങനെ വരില്ല. അപ്പോൾ എന്തെങ്കിലും ഫേമസ് ഹോളിഡേ ഒക്കെ വരുമ്പോൾ മാത്രം ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമുക്ക് ചിക്മംഗ്ലൂരിൻ്റെ സിറ്റിയുടെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ചിക്മംഗ്ലൂരിൻ്റെ ഫേമസ് കോഫി പൗഡറാണ്. കോഫിയുടെ നാട് എന്നാണ് അറിയപ്പെടുക ഇവിടെ. ആണ് ചിക്മംഗ്ലൂരിൻ്റെ കോഫി ഇതൊക്കെ ഇഷ്ടമാണ്. വാസവി കോഫി പൗഡർ ഇഷ്ടം പോലെ ഉണ്ട്, സ്പൈസസും ഉണ്ട്. പിന്നെ ഇവിടുന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളുടെ സജസ്റ്റഡ് ഐറ്റിനറി ഇവർ കൊടുത്തിട്ടുണ്ട്. ഡേ 1, ഡേ 2, ഡേ 3 3 ദിവസത്തെ ഐറ്റിനറിയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാണാനൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മുള്ളൻഗിരി പീക്ക് ഉണ്ട്, പിന്നെ ഒരു ലേക്ക് ഉണ്ട്, ഹയർക്കോലാക്കി ലേക്ക്, ജാരി ഫാൾസ് ഉണ്ട്, പിന്നെ മുത്തോടി ഫോറസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറച്ചുണ്ട്. ഹെബ്ബെ ഫോൾസ് ഫേമസ് ആണ്. ഹെബ്ബെ ഫോൾസ്, കെമ്മൻഗുഡി, റെഡ് സോയിൽ പിറ്റ്, അങ്ങനെ കുറച്ചുണ്ട്. ഓക്കെ, ഇനി ചിക്മംഗ്ലൂർ ടൗൺ ഒന്ന് കാണാം. പ്രത്യേകിച്ച് കാണാനൊന്നും അങ്ങനെ ഇല്ല, എന്നാലും ജസ്റ്റ് ഒരു വാക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് ടൗണിലെ കാഴ്ചകളും ഫുഡും ഒക്കെ കഴിച്ചിട്ട് വരാം. ബാക്കിയുള്ള യാത്ര ഇനി അടുത്ത വീഡിയോയിൽ